ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു യൂസ്ഡ് റെഡ്മി നോട്ട് 14 5G ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 8GB റാമും 256GB മെമ്മറിയുമുള്ള പർപ്പിൾ കളർ ഓപ്ഷനിലുള്ള റെഡ്മി നോട്ട് 14 ആണ്. ഈ ഫോൺ 10 മാസം യൂസ് ചെയ്തിട്ടുള്ളതും ബാക്കി റിമൈനിങ് 2 മാസം വാറണ്ടിയോട് കൂടിയാണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഫുൾ ബോക്സ് അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണും 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണെന്ന് കാണാം. സോ ആദ്യമായി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് ബ്രീഫായിട്ട് കണ്ടു നോക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്, അതും കൂടി കാണാൻ മറക്കരുത് കേട്ടോ. ഷവോമിയുടെ ഹൈപ്പർ OSൽ വരുന്ന ഈ ഫോൺ ഇപ്പോൾ ആൻഡ്രോയിഡ് 15 ബേസ്ഡ് OS ആണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ആനിമേഷൻസാണ് ഇതിന് വരുന്നത്. 8GB റാം ഉള്ളതുകൊണ്ട് തന്നെ യാതൊരുവിധ ലാഗൊന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നല്ല ഫാസ്റ്റായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്ററും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് നമ്മുടെ വീട്ടിലെ ഹോം അപ്ലയൻസസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഹൈബ്രിഡ് ഡ്യുവൽ സിം സ്ലോട്ട് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടീഷനാണ്. നമുക്ക് 2 സിം ഇട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. IP64 വെള്ളം കയറാണ്ടിരിക്കാനുള്ള ബാൻഡും ഇതിൽ നല്ല പെർഫെക്റ്റ് കണ്ടീഷനായിട്ട് തന്നെ കാണാം. ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയാണ് MI ഇതിന് കൊടുത്തിരിക്കുന്നത്. പലവിധ മോഡുകളും 0.6x സൂമുള്ള അൾട്രാ വൈഡ് ലെൻസിൻ്റെ ഓപ്ഷനും 2x ഡിജിറ്റൽ സൂമിൻ്റെ ഓപ്ഷനും ഡയറക്റ്റായിട്ട് നമുക്കിവിടെ കാണാം. എല്ലാ ക്യാമറയും ഒരു ഡീസൻറ്റ് പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെടുത്ത കുറച്ച് ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് TRC മലയാളം എന്ന ഫേസ്ബുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രണ്ട് ക്യാമറയിലും സെയിം ഫുൾ HD 30 FPS റെക്കോർഡിംഗ് തന്നെയാണ് ഷോമി അത് കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ പ്ലേ ബാക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സും നമുക്ക് നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് തരുന്നുണ്ട്. Dimensity 7025 Ultra അത്ര വലിയ പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്സെറ്റ് ഒന്നും അല്ലെങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ഇത് തരുന്നുണ്ട്. കുറച്ച് നേരം കളിക്കുമ്പോൾ ചെറിയൊരു വാം ഫീല് തരുന്നുണ്ടെങ്കിലും വലിയ ഇഷ്യൂസൊന്നും ഗെയിമിങ്ങിൽ അത് ഫീൽ ചെയ്യുന്നില്ല. മീഡിയം ടു ഹൈ ഗ്രാഫിക്സിലൊക്കെ നമുക്ക് ഏത് ഗെയിമും ഇതിനകത്ത് കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ ഡിസ്പ്ലേ എടുത്ത് നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതിന് യാതൊരുവിധ ഇഷ്യൂസ്, അതായത് ലൈൻസോ ഡോട്ട്സോ അങ്ങനെ ഒരു ഇഷ്യൂസും ഇതിനില്ല. നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് സ്ക്രീനിൽ ഇരിക്കുന്നത്. സ്ക്രീനിൽ ടാംബാറ്റ് ഗ്ലാസ് ഒന്നും ഒട്ടിച്ചിട്ടില്ല. ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെയാണ് ഈ ഫോൺ വരുന്നത്. സൈഡ് പാനൽസ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ബ്രാൻഡ് ന്യൂ ഫോണിൻ്റെ അതേ ഫീൽ തന്നെയാണ് ഉള്ളത്. യാതൊരുവിധ സ്ക്രാച്ചസോ ഡോട്ട്സോ ഒന്നും തന്നെ ഇല്ല. ബാക്ക് പാനൽ നോക്കിക്കഴിഞ്ഞാലും നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ്. ബാക്ക് കവർ ഇട്ടിട്ടുള്ള കുത്തുകളോ പാടുകളോ ഒന്നുമില്ല. ഇതുവരെ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല നീറ്റ് തന്നെയാണ് ഈ ഫോൺ. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ ഫുൾ ബോക്സ് ഐറ്റംസ് ആയിട്ട് ഈ ഫോൺ ലഭ്യമാണ്. ഓൺലൈൻ സൈറ്റുകളിൽ 18,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഈ 8GB റാമും 256GB മെമ്മറിയുമുള്ള റെഡ്മി നോട്ട് 14 നിങ്ങൾക്ക് 12,500 രൂപയ്ക്ക് സ്വന്തമാക്കുവാൻ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.